നമ്മളെ ഒരാൾ വിമർശിക്കാൻ തുടങ്ങിയെന്നിരിക്കട്ടെ. നമ്മളെ വിമർശിക്കുന്ന അവസ്ഥയിൽ നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, വിമർശിക്കുന്ന ആൾ വിമർശിച്ച് അവസാനം ഈ വിമർശകൻ തന്നെ വിമർശനത്തിൽ അവൻ വിമർശിക്കാൻ തുടങ്ങും. അവൻ്റെ വിമർശനത്തിലും ചില വിമർശനം അവൻ കണ്ടെത്താൻ തുടങ്ങും. കാരണം എന്താണ്? നമ്മൾ സ്റ്റേബിളായിട്ട് അവിടെ ഉണ്ട്, അവന് അനുഭവിക്കത്തക്ക രീതിയിൽ അവിടെ എന്നും ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ വിമർശനത്തിന് അവനിങ്ങനെ തുറന്ന് വിമർശനം ഇങ്ങനെ കൊണ്ടുവന്ന് വരുമ്പോൾ ഇവൻ്റെ വിമർശനത്തിനകത്ത് ഇവൻ തന്നെ പരിശോധിക്കാൻ തുടങ്ങും. എടാ, ഇത് അങ്ങനെ ശരിയല്ലല്ല, ഇങ്ങനെ ശരിയല്ല. എന്താ കാരണം? നമ്മൾ സ്റ്റേബിളായിട്ട് നിന്ന് കൊടുത്താൽ മതി. പക്ഷേ ഇവൻ വിമർശിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത, ബുദ്ധിമുട്ട് ഇതൊന്നും ഉണ്ടാകരുത്. നമ്മൾ സ്റ്റേബിളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവൻ വിമർശിക്കുന്നതിനകത്തു നിന്നുള്ള കഷ്ടത്തരവും പൊട്ടത്തരങ്ങളൊക്കെ ഇവൻ തന്നെ കണ്ടെത്തിയിരിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. പക്ഷേ എന്താണ്, നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മൾ സ്റ്റേബിളായിട്ട് നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് അവിടെ